അപ്പോൾ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി പ്രതീക്ഷയൊന്നുമില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും നോക്ക്. ഇങ്ങനെയാണ് കാല് ആദ്യം വരുമ്പോൾ ഉണ്ടായിരുന്നത്. കാണിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എവിടെ വേണമെങ്കിലും സമ്മതിക്കും. ഷാലോമിൽ വന്നതിന് ശേഷം എൻ്റെ ഒരു പുനർജന്മമാണെന്ന് ഞാൻ എവിടെ വേണമെങ്കിലും ഞാൻ പറയാം. ബന്ധുക്കളുടെ കണ്ണു വെട്ടിച്ച് നിർബന്ധിച്ച് ഈ ശ്രീന എന്ന് പറഞ്ഞ സിസ്റ്ററുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് പ്രയർ സെന്ററിലേക്ക് വർക്കലയിൽ നിന്ന് അവർ കൊണ്ടുവന്നത്. ഇവിടെ വെച്ച് ഡെത്തായാൽ ഇവരെ വിടൂല, എനിക്കറിയാം. ബന്ധുക്കൾ വിടത്തില്ല, ആരും വിടത്തില്ല. ആശുപത്രി കിടന്ന വ്യക്തി എന്തിനു നീ പ്രാർത്ഥിക്കാൻ കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊന്നു, ഇതേ വരത്തുള്ളൂ. ഞാൻ അശുശ്രൂട് പറഞ്ഞു, നന്നായിട്ട് ഞായറാഴ്ച കടന്നു കിട്ടിയ രക്ഷപ്പെട്ടു. പാദം മുതൽ ശിരസ് വരെയും അവരെ രോഗിയാക്കി ഈ ലോകത്തിൽ നിന്ന് എടുത്തു മാറ്റുവാൻ ശത്രു അവകാശം പറഞ്ഞു നിന്ന സമയത്തിലേക്ക് വിട്ടുകൊടുക്കാതെ ദൈവം അവരെ സൂക്ഷിച്ചു, ദൈവം അവരെ സംരക്ഷിച്ചു, ദൈവം അവരെ പരിപാലിച്ചു. ചിലർക്കൊക്കെ സംശയം ഇപ്രകാരമുണ്ട്, പള്ളിക്കാർക്ക് മാത്രമേ സൗഖ്യം കിട്ടത്തുള്ളൂ, പാരമ്പര്യക്കാർക്ക് മാത്രമേ സൗഖ്യം കിട്ടത്തുള്ളൂ. ആരുടെ പറയില്ലേ, പെന്തിക്കോസുകാർക്ക് മാത്രമേ സൗഖ്യം കിട്ടുള്ളൂ എന്ന് ചിലർ പറയാം. ഒരു പെന്തിക്കോസും അല്ല, ഒരു പാരമ്പര്യവും അല്ല. ഇന്നലെ വരെയും യേശു കർത്താവ് എന്തെന്ന് പോലും അറിഞ്ഞുകൂടാത്ത അനുഭവത്തിൽ നിന്ന് കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരുടെ നിലവിളി കേട്ടുവെങ്കിൽ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ എന്റെ യേശുവിന് വിഷയമല്ല. ഹൃദയമൊന്ന് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ, മനസ്സൊന്ന് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ദൈവം വലുത് ചെയ്യും. എൻ്റെ സ്ഥലം വർക്കലയാണ്. ഞാനൊരു ഹിന്ദുവാണ്. എൻ്റെ പേര് റീന. എൻ്റെ ഒരു സുഹൃത്താണ് ഈ ഷാലോമിൽ എന്നെ പരിചയപ്പെടുത്തി തന്നത്. ഞാനൊരു ബിസിനസ്സുകാരിയാണ്. അപ്പോൾ അതിലൂടെയാണ് എന്നെ ഒരു മേഡം ഇവിടെ എത്തിച്ചത്. ഞാൻ വന്ന് എനിക്ക് ഒരുപാട് അനുഭവങ്ങളും എല്ലാം ഉണ്ടായതിൻ്റെ പേരിലാണ് ഞാനിവിടെ വന്നുകൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് എൻ്റെ നാത്തൂനാണിത്. നാത്തൂനൊരു ഷുഗർ കൂടിയിട്ട് കാലിൻ്റെ മുറിവ് വന്ന് അത് പഴുത്ത് വർക്കല ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ വിട്ട്, മെഡിക്കൽ കോളേജിൽ നിന്ന് വീണ്ടും വർക്കല വിട്ട്, ഇങ്ങനെ ഒരു 4-5 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും കാലിനൊന്നും ഒരു മാറ്റവും വന്നില്ല. ഞങ്ങളെല്ലാം വിഷമിച്ചു, ബുദ്ധിമുട്ടായിരുന്നു. നാത്തൂനെയോ നാത്തൂൻ്റെ മക്കളെയോ ഞങ്ങൾ അറിയിച്ചില്ല. ഡോക്ടർമാരെല്ലാം കൈയൊഴിഞ്ഞ കേസായിരുന്നു. കാല് പഴുത്ത് അത് ഇൻഫെക്ഷനായി കിഡ്നിയെ ഹാർട്ടിനെയൊക്കെ ബാധിച്ചു. HB കുറഞ്ഞു, 6%. അപ്പോൾ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി പ്രതീക്ഷയൊന്നുമില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും നോക്ക്, നമുക്ക് നോക്കാം എന്നേ പറയാൻ പറ്റുമെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞാണ് വന്നത്. അവസാനം മെഡിക്കൽ കോളേജിൽ നിന്ന് അവർ കൊണ്ടുവന്നതിൻ്റെ പിറ്റേന്ന് മെയിൻ ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് ഇവർക്ക് ഇത്രയും ഇൻഫെക്ഷന് കൗണ്ട് കൂടുതലാണ്, 30,700 കൗണ്ട് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ WBC കൗണ്ട് കൂടുതൽ, HB കുറവ്. അപ്പോൾ ഇവർക്ക് മരണം തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പം ഈ മെഡിക്കൽ വാർഡിലിട്ടിരിക്കാൻ പറ്റൂല, നിങ്ങൾ വേറെ എവിടെയെങ്കിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. നേരെ നമ്മൾ കൊണ്ടുവരുന്നത് ബ്രദറിൻ്റെ അടുത്താണ്, ചൂണ്ടുപലകയിൽ. അപ്പോൾ ബ്രദർ കണ്ടിട്ട് ബ്രദറിനെ എന്നെ ആദ്യം ഞങ്ങൾ വരുന്ന സമയത്ത് വണ്ടിയിൽ നിന്ന് ഇറക്കാൻ തന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. കാര്യം അതിനകത്തിരുന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ ഇറങ്ങത്തില്ല, എന്നെ എന്തിനു കൊണ്ടുവന്നു എന്ന് ചോദിച്ച്. അത് കഴിഞ്ഞ് ബ്രദറിൻ്റെ അടുത്ത് വന്ന് കാണുമ്പോൾ ബ്രദർ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്ക്, ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. ഈ സമയം ഞാൻ എൻ്റെ നാത്തൂനെയോ നാത്തൂൻ്റെ മക്കളെ അറിയിച്ചില്ല. കാരണം അവരറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമം ഉണ്ടാവുമെന്ന് കരുതി അറിയിച്ചില്ല. ഞങ്ങൾക്ക് വിഷമമായി, ഞങ്ങൾക്ക് ഉറക്കമില്ലായിരുന്നു ഈ ഞായറാഴ്ച വരെയും. അപ്പോൾ ഹീലിംഗ് പ്രയറിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഹീലിംഗ് പ്രയറിൽ പങ്കെടുക്കുന്ന ആദ്യമായിട്ട് ഇതിനെ കൊണ്ടുവരുന്ന വീൽ ചെയറിലാണ്. ഒരു ബോധവും ഇല്ല, ആരോഗ്യമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഹീലിംഗ് പ്രയറിൽ കൊണ്ടുവന്ന് ഇവിടെ കയറ്റി രണ്ടാമത്തെ ഹീലിംഗ് പ്രയറിൽ വരുമ്പോഴത്തേക്ക് കാറ് കൊണ്ടുവന്ന് ഇവിടെ വാതൊക്കെ നിർത്തിയിട്ട് വഴിയിൽ നിന്ന് കയറുന്ന അവസ്ഥയിലായി. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഹീലിംഗ് പ്രയറിൽ വരുമ്പോൾ ഫ്രണ്ടിൽ ഓഫീസിൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെയാണ് വരുന്നത്. അത്രയും രീതിയിൽ നമ്മളെ ദൈവം കാത്തു എന്നുള്ളതിന് അതിനുശേഷമാണ് നമുക്കെല്ലാം സമാധാനമായത്. യേശു ഞങ്ങളെ നല്ലതുപോലെ തൊട്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ട്. അതിൻ്റെ പേരിൽ ഞാൻ എത്ര കാലം ചെന്നാലും എനിക്കത് മറക്കാൻ പറ്റൂല. എൻ്റെ യേശു മരണം വരെ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ കൊണ്ടുവന്നതിന് ഞാൻ എൻ്റെ മോള് പറയും, ഞാൻ ചേച്ചിയെ വഴക്ക് പറഞ്ഞ് എന്നെ എന്തിനാ വന്നെന്നും പറഞ്ഞ് ഒന്നും ഉപയോഗിക്കത്തില്ല. ഒരു ഞായറാഴ്ച ഫസ്റ്റ് ഹീലിംഗ് പ്രയറിന് ഇവർ എന്നെ അറിയിക്കാതെ രഹസ്യമായി പോയി. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഡോക്ടറെ ഇത് പെർമിഷൻ മേടിച്ച് എന്നെ അറിയിക്കാതെയാണ് ഇവരിവിടെ നിന്ന് കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ ഇവരെന്നെ എന്തായാലും ഇത്ര വരെ എത്തിച്ചെങ്കിൽ ഇനി എന്നെ കൊണ്ടുപോയി രക്ഷിക്കാനായിരിക്കുമെന്ന് പറഞ്ഞ് അവരെ കൂടെ ഞാൻ ഇവിടെ വന്ന്
ചേച്ചി പറയും പോലെ ഫസ്റ്റ് ഞാൻ വീൽ ചെയറിൽ ഇവിടെ വന്നിരുന്ന് എനിക്ക് എണീറ്റ് നിൽക്കാൻ പോലും ഒരു ഇതില്ലാതെയാണ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഫസ്റ്റ് ഹീലിംഗ് പ്രേയറിലിരുന്ന് പോയി. സെക്കൻഡിൽ ഞാൻ സ്വയം എൻ്റെ മനസ്സാലെ ഞാൻ തലയ്ക്കും ദിവസം ഞാൻ പറഞ്ഞു പോണം ഒരുങ്ങി, അങ്ങനെ ഞാൻ സെക്കൻഡിൽ വന്ന് വണ്ടിയിൽ വന്ന് ഇവിടെ ഇറങ്ങി അപ്പോഴും വന്നിരുന്ന് പോയി. അപ്പോൾ ഇതിൻ്റെ പുനർജന്മം ആണ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും? സമ്മതിക്കും, ഞാൻ എവിടെ വേണമെങ്കിലും സമ്മതിക്കും. ഷാലോമിൽ വന്നതിന് ശേഷം എൻ്റെ ഒരു പുനർജന്മമാണെന്ന് ഞാൻ എവിടെ വേണമെങ്കിലും ഞാൻ പറയാം. സഭ ഒന്നടങ്കം ഒരു രണ്ടാം ജന്മം, ഒരു രണ്ടാം ജന്മം. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഇത്രയും കാല ഉറപ്പോട് കൂടി ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് 6 മാസത്തോളം ഈ കാല് തറയിൽ ചവിട്ടാൻ പറ്റത്തില്ല എന്നാണ് ഡോക്ടർ എൻ്റെ കൂടെ പറഞ്ഞത്. എനിക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഇത്തരം ഒരു ഇതില്ലെങ്കിലും ഇതേ കണക്ക് കയറി വരാനും എല്ലാ സ്ഥലത്തും ഇത്രയും വരാനും പോവാനും എനിക്ക് ഇതിലൂടെ ഷാലോമിൽ വന്ന് പ്രാർത്ഥിച്ച് 1 മാസമായതേ ഉള്ളൂ എൻ്റെ കാല്. പക്ഷേ എൻ്റെ മുറിവിൻ്റെ അവസ്ഥ കണ്ടാൽ ഇത്രയും പെട്ടെന്ന് പോലും മുറിവണങ്ങത്തില്ല. രണ്ടാം ജന്മമാണ്. ഞാൻ എവിടെ മക്കളുടെ നേരത്തെ സ്ഥിരം ക്ഷേത്രത്തിലാണ് വിശ്വസിച്ചതും പൊയ്ക്കൊണ്ടിരുന്നത്. ക്ഷേത്രത്തിൽ തന്നെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. ഭഗവാൻ ഈശ്വരനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എത്രയോ ചേച്ചി എന്നെ വിളിച്ചു. പക്ഷെ എനിക്ക് വരും. പക്ഷെ ഇപ്പം എനിക്ക് ഈ അവസ്ഥയിൽ ഇവിടെ വന്ന് രക്ഷപ്പെട്ടു പോകാൻ യേശുവായിട്ട് എനിക്ക് വഴി കളിച്ചെന്നതും എൻ്റെ ഒരു വിശ്വാസം കൂടുതൽ ബലപ്പെടുത്തിയതും ഈ ഒരു അവസ്ഥയിലൂടെയാണ്. ഞാൻ എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിനെയും യേശുവിന്റെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കുന്നു. ഒരു ചേച്ചി മരിച്ചു അല്ലേ? എന്റെ അനിയത്തി എന്റെ മരിച്ചത്. അത് മരിച്ചിട്ട് എത്ര നാളായി? മരിച്ച് നവംബർ 25-ാം തീയതി ആകുമ്പോൾ 1 വർഷമാകും. 1 വർഷം. എന്തോ അസുഖത്തിൽ മരിച്ചു? ഇതേ അസുഖം. രണ്ട് കാലിലും പ്രയാസം വന്നു. ഇതേ അസുഖം ഒക്ടോബർ 1-ാം തീയതി മുതൽ അവർക്ക് അസുഖമായി പനിയായി ഞാൻ ആറ്റിങ്ങൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന അതേ അവസ്ഥയാണ് എനിക്ക് വന്നത്. ഒക്ടോബർ 1-ാം തീയതി മുതൽ അവർക്ക് വന്ന അസുഖം. ഒക്ടോബർ 1-ന് രോഗിയായി എത്രാം തീയതി മരിക്കുന്നു? ഒരു 2 മാസം. ഒക്ടോബർ 1-ാം തീയതി മുതൽ മരിക്കുന്നത് നവംബർ മാസം നവംബർ 25-ാം തീയതി. 25. നിങ്ങൾക്ക് രോഗം വരുന്നത് എപ്പോഴാണ്? എനിക്ക് ഒക്ടോബർ 1-നാണ് എൻ്റെ കഴിഞ്ഞ് വരുന്നത്. ചേച്ചി രോഗിയാകുന്നു, മരിക്കുന്നു. കൃത്യം 1 വർഷം പൂർത്തിയായപ്പോൾ അതേ രോഗം ഈ സഹോദരിയുടെ ശരീരത്തിലേക്ക് പ്രത്യക്ഷപ്പെടുന്നു. മരണാസന്ന നിലയിലേക്ക് എത്തുന്നു. ഒരു വാഹനത്തിൽ, ഒരു കാറിൽ അവരെ കൊണ്ടുവരുന്നു. ഒരു ബ്രദറും സിസ്റ്ററും ഓടി വന്ന് എന്നോട് പറയുന്നു, അതായത് ഈ സിസ്റ്ററുടെ മകളും മരുമകനും. മരുമകൻ ഭയന്ന് വിറച്ചു നിൽക്കുകയാണ്. ബ്രദർ, വണ്ടിയിൽ നിന്ന് ഇറക്കാൻ ആ വണ്ടിയിലിരിക്കുകയാണ്, ഇറക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? നല്ലൊരു യൗവനക്കാരൻ, ആരോഗ്യമുള്ള സഹോദരൻ പറയുന്നു, അവരെ തൊടുമ്പോൾ കറണ്ടടിക്കുന്നു, അതുകൊണ്ട് ഇറക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിന്നൊരു ബ്രദറിനെ വിട്ടുതരാം. പിന്നെ അദ്ദേഹം വണ്ടിയുടെ അടുത്ത് പോകാൻ പേടിക്കുന്നു. എൻ്റെ അടുത്ത് ഇങ്ങനെ ചേർന്ന് നിൽക്കുക. ഞാനൊരു ബ്രദറിനെ പറഞ്ഞു പറ്റും. അപ്പോൾ ഈ ബ്രദറിനോട് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും കുഴപ്പം വരുമോ? ഞങ്ങൾക്ക് എന്തെങ്കിലും? ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. എന്തുകൊണ്ട് എന്നെ കറണ്ടടിച്ചു? മനുഷ്യ ശരീരത്തിൽ തൊട്ടപ്പോൾ കറണ്ടടിച്ചു. ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ഞാൻ ആത്മാവിലാണല്ലോ, ആ സമയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലാണ്. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും പൈശാചിക സ്വാധീനം കാണും, അതായിരിക്കാം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്കിപ്പോൾ വീട്ടിൽ പോകാൻ പറ്റുമോ? ഇതേച്ചൻ. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ദൈവമുണ്ടല്ലോ. ഞാൻ അദ്ദേഹത്തിൻ്റെ തലയിൽ കൈവച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, അതൊരു സാധാരണ രോഗമായിരുന്നില്ല. ആ രോഗം ചേച്ചി അനുജത്തി രോഗിയാകുന്നു, മരിക്കുന്നു. മരിച്ച് കൃത്യം 1 വർഷമാകുമ്പോൾ ചേച്ചി രോഗിയാകുന്നു, മരണത്തിൻ്റെ വക്കിലേക്ക് വന്നെത്തുന്നു. വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് വീൽ ചെയറിൽ കയറ്റി അകത്തേക്ക് കൊണ്ടുവരുന്നു. മകളൊരു സൈഡിൽ പിടിക്കുന്നു, എൻ്റെ കൂടെ സഹായിക്കാൻ നിൽക്കുന്ന ബ്രദേഴ്സ് ഒരു സൈഡിൽ പിടിക്കുന്നു. എങ്കിലും ആ വീൽ ചെയറിൽ അവരിയ്ക്കുന്നില്ല. മരണവെപ്രാളത്താൽ കടന്ന് വ്യാകുലപ്പെടുന്നു. ഒരു ചെറിയ അനപ്പ് മാത്രമുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.
ദൈവാനുഗ്രഹം ഒരു ഭൂതത്തെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവന്നു. ആ ശത്രുശക്തി വെളിയിൽ വന്ന് അനുജത്തിയുടെ പേര് കിടന്ന് വിളിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, കൊണ്ടുവരുന്നു, അങ്ങനെയൊക്കെ കിടന്നു. മകള് പേടിച്ചു വരണ്ട്, അമ്മ അമ്മ എന്ന് കുട്ടി കിടന്ന് നിലവിളിക്കുന്നു. അതിനകത്ത് ഒരു ഭീകരാന്തരീക്ഷം. അതിനകത്ത് അപ്പം തന്നെ ഉണ്ടായ ഒരവസ്ഥ. പ്രാർത്ഥിച്ചു വിട്ടതിന് ശേഷം പറഞ്ഞു, ഞായറാഴ്ച വരെ നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, സൂക്ഷിച്ചു കൈകാര്യം ചെയ്യണം. കാരണം ഹോസ്പിറ്റലുകൾ മാറി 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 അഡ്മിറ്റ് ചെയ്തിട്ടും ശരിയാകാതെ ബന്ധുക്കളുടെ കണ്ണു വെട്ടിച്ച് നിർബന്ധിച്ച് ഈ ശ്രീന എന്ന് പറയുന്ന സിസ്റ്ററുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രേയർ സെൻ്ററിലേക്ക് വർക്കലയിൽ നിന്ന് അവർ കൊണ്ടുവന്നത്. ഇവിടെ വെച്ച് ഡെത്തായാൽ ഇവരെ വിടൂല, എനിക്കറിയാം. ബന്ധുക്കൾ വിടത്തില്ല, ആരും വിടത്തില്ല. ആശുപത്രി കിടന്ന വ്യക്തി എന്തിനു നീ പ്രാർത്ഥിക്കാൻ കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കൊന്നു, ഇതേ പരത്തുള്ളൂ. നല്ലതായ എല്ലാവരും നല്ലത് പറയും. ഞാൻ അശുശ്രൂ പറഞ്ഞു, നന്നായിട്ട് ഞായറാഴ്ച കടന്നു കിട്ടിയ രക്ഷപ്പെട്ടു. പക്ഷേ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, സൂക്ഷിച്ച്. നിങ്ങളെനിക്ക് ഒറ്റപ്പെട്ടു പോകും. ഒരു ഭാഗത്തിൻ്റെ ദൈവത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്. പക്ഷേ ഒരു മനുഷ്യ ജീവിതത്തിലേക്ക് പല അഭിപ്രായങ്ങൾ കടന്നു വരുന്ന സമയത്തിൽ പലപ്പോഴും ചഞ്ചലിച്ചു പോകും ചിലർ, വിശ്വാസം കൈവിട്ടു പോകും. അങ്ങനെ വരുമ്പോൾ കൈപ്പിഴ വന്നു എന്ന് അവരെല്ലാവരും പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സൂക്ഷിക്കണം, അതുവരെയും പിടിച്ചു നിർത്തണം. ദൈവസന്നിധിയിലേക്ക് ഞായറാഴ്ച വരെ കൊണ്ടുവന്നു, ഒരുമിച്ച് പ്രാർത്ഥിച്ചു, സന്തോഷത്തോടുകൂടി ആയിരിക്കുന്നു. വിശാലോ എന്ത് പറയുന്നു? അതിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒന്ന് കാണാൻ. ആദ്യം ഇവിടെ വന്ന സ്ഥിതിയിലുള്ള ആ ഒരു പിക്ചർ ഒന്ന് കാണിക്കാവോ? ഇങ്ങനെയാണ് കാല് ആദ്യം വരുമ്പോൾ ഉണ്ടായിരുന്നത്. കാണിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ തൻ്റെ കാലിൻ്റെ അവസ്ഥ, നെക്സ്റ്റ് പിക്ചർ ഒന്ന് കാണിക്കാം. ഇപ്പോൾ ഇങ്ങനെയായിരിക്കുന്നു. ദൈവം വലിയൊരു വിടുതലാണ് ചെയ്തിരിക്കുന്നത്. കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇതെന്ന് എടുത്തതാ? 2 ദിവസത്തിന് മുമ്പ് എടുത്തതാണോ അതോ ഇന്നെടുത്തതാണോ? ഇന്നലെ മിനിഞ്ഞാന്നത്തതാണ് ഇത്. മിനിഞ്ഞാന്നത്തതാണ്. ഇപ്പൊ 2 കാലിലും ഊന്നി നിൽക്കുകയാണ്. ഒരു കുഴപ്പമില്ല. ഇന്ന് അതിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട്. കാലിന്റെ മുറിവെന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. പാദം മുതൽ ശിരസ് വരെയും അവരെ രോഗിയാക്കി ഈ ലോകത്തിൽ നിന്ന് എടുത്തു മാറ്റുവാൻ ശത്രു അവകാശം പറഞ്ഞു നിന്ന സമയത്തിലേക്ക് വിട്ടുകൊടുക്കാതെ ദൈവം അവരെ സൂക്ഷിച്ചു, ദൈവം അവരെ സംരക്ഷിച്ചു, ദൈവം അവരെ പരിപാലിച്ചു. ഞാനിത് ഓടിക്കയറി വന്നതിൻ്റെ പിന്നാമ്പുറത്തിൽ ഒന്നുണ്ട് വിശാലവും. ചിലർക്കൊക്കെ സംശയം ഇപ്രകാരമുണ്ട്, പള്ളിക്കാർക്ക് മാത്രമേ സൗഖ്യം കിട്ടത്തുള്ളൂ, പാരമ്പര്യക്കാർക്ക് മാത്രമേ സൗഖ്യം കിട്ടത്തുള്ളൂ. ആരുടെയും പറയില്ലേ പെന്തിക്കോസുകാർക്ക് മാത്രമേ സൗഖ്യം കിട്ടുള്ളൂ എന്ന് ചിലർ പറയാണ്. ഒരു പെന്തിക്കോസുമല്ല, ഒരു പാരമ്പര്യവുമല്ല, ഒരു പാരമ്പര്യമല്ല. ഇന്നലെ വരെയും യേശു കർത്താവ് എന്തെന്ന് പോലും അറിഞ്ഞുകൂടാത്ത അനുഭവത്തിൽ നിന്ന് കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരുടെ നിലവിളി കേട്ടുവെങ്കിൽ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ എൻ്റെ യേശുവിന് വിഷയമല്ല. ഹൃദയമൊന്ന് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ, മനസ്സൊന്ന് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ദൈവം വലുത് ചെയ്യും. ഹീലിംഗ് പ്രേയർ സമയത്തിൽ ഇവരുടെ മക്കളൊക്കെ പ്രാർത്ഥിച്ചത് ശ്രദ്ധിച്ചായിരുന്നോ? അതെ അതെ ശ്രദ്ധിച്ചായിരുന്നു. എന്തായിരുന്നു? ഇവർക്ക് ആദ്യം വരുമ്പോൾ വലിയ ബോധമൊന്നുമില്ല. ഒരു വീൽ ചെയറിലാണ് ഇരിക്കാൻ പോലും ചോദിച്ചതെല്ലാം ഈ ഇവിടെ കുറെ പാരമ്പര്യക്കാരും പുള്ളികളെല്ലാവരും ഉണ്ടായിരുന്നു. അതെ, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. പുള്ളിക്കാരത്തേക്ക് ഒരു ഓർമ്മയില്ല, പുള്ളിക്കാരത്തേക്ക് ഇരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കിടക്കുന്ന അവസ്ഥ. പക്ഷെ പുള്ളിയുടെ കൂടെ വന്ന മക്കളെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അവര് ഭയങ്കര പ്രാർത്ഥന, ആരാധനയായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചു. ഇവരിങ്ങനെ ക്ഷീണിച്ച് കിടന്നുവെങ്കിലും ആ കുട്ടികൾക്ക് അമ്മയുടെ ജീവനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തിരിച്ചറിവുമില്ലാത്ത യേശുവിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയുള്ളൂ. ഞങ്ങളത് യേശുവിനെ ഒന്ന് പരിചയപ്പെടുത്തിയ സമയത്തില് ആ കുട്ടികൾ തീരുന്നത് വരെയും ഇവിടത്തെ പാരമ്പര്യക്കാരൊക്കെ കുറച്ച് കൈയടിച്ചിട്ട് ചുമ്മാ ഇരിക്കണ ഞാൻ കണ്ടു. ഈ ചൂടിലും ഈ ബുദ്ധിമുട്ടിലും ഒക്കെ പിന്നെ കൈയടി നിർത്തിയിട്ട് ഇങ്ങനെ ആക്കി. അപ്പോഴും ഇവരുടെ 2 കുട്ടികള്
കൈയടിക്കുകയാണ്. കാരണം ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തി നിങ്ങൾ ചെയ്യണം, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത പ്രവൃത്തി യേശു ചെയ്യുമെന്ന് ഞാനിന്ന് പല സമയം പറഞ്ഞു കൊള്ളപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തികൾ പൂർണ്ണ മനസ്സോടെ ചെയ്യാൻ കഴിയപ്പെടുമെങ്കിൽ നമ്മെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത സകല കാര്യാദികളും യേശു കർത്താവ് ചെയ്യുമെന്നുള്ളതിന് സംശയമില്ല. അവരുടെ വിശ്വാസം അവരെ വിടുവിച്ചു. ഇപ്പൊ എന്ത് തോന്നുന്നുണ്ട്? സന്തോഷം തോന്നുന്നുണ്ടോ? യേശുവിനെ കണ്ടെത്തിയിട്ട് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സന്തോഷമാണ്. കാരണം ഞാൻ എൻ്റെ മോൻ പോകുന്നുണ്ട് വീട്ടിൽ, അവൻ കോളേജിൽ പോകുമ്പോൾ അവന് ഒരു നേരം മാത്രമേ ആഹാരം കഴിക്കാൻ പറ്റൂ. അപ്പം ചേച്ചി ഞങ്ങൾക്കങ്ങ് പോവാം, അവൻ പട്ടിണി പാവം വീട്ടിൽ ആരുമില്ല. അപ്പോഴും പറയുന്നത് തന്നെ കാല് മൊത്തം ഭേദമായിട്ട് ഇവിടുന്ന് പോയാൽ മതിയെന്നാണ് മോളും മരുമോനും പറയുന്നത്. അത് ഒരു ചേച്ചിയുടെ മുഴുവൻ മോളെ ഭർത്താവാണ്. അപ്പം അത്രത്തോളം അവൻ പറഞ്ഞ അത് ആരംഭത്തിൽ പറഞ്ഞ മാമിയുടെ കാല് എത്ര പൂർണ്ണമായി ഭേദമായിട്ട് തറയിൽ നല്ല രീതിയിൽ ചവിട്ട രീതിയിൽ നിന്നിട്ട് പോയാൽ മതി എന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ഇവിടെ വരണം, ഇവിടെ കൊണ്ടുവന്ന് ബ്രദറിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്രയും ഇതിൽ പിടിച്ചുവിടാൻ നിർത്തിയിരിക്കുന്നത്. ഞാനാണ് മുഴുവൻ ഡ്രസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഒന്നും പോകേണ്ട കാര്യമില്ല. ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് 100% ഉറപ്പിച്ചു പറയട്ടെ. നിങ്ങളുടെ പേരെന്തുവാ? എൻ്റെ പേര് സിന്ധു. സിന്ധു ഇന്ന് മൂക്കിൽ ശ്വാസമുള്ളവളായി ജീവനോടുകൂടി ഇവിടെ നിൽക്കുന്നതിൻ്റെ പിന്നില് ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് സിസ്റ്റർ റീന. ശരിയല്ലേ? ഈ സിസ്റ്റർ ആക്ച്വലി അങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിക്കാതിരുന്നുവെങ്കിൽ ഇത് മൺമറഞ്ഞു പോയി തന്നെ. എത്ര നമിച്ചാലും എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാനും എൻ്റെ മക്കളും എൻ്റെ ചേച്ചിയുടെ കൂടെയും മോൻ്റെ കൂടെയും മരുമോൻ്റെ കൂടെ കടക്കും. എത്ര ഇനി പറഞ്ഞാലും അവരാണ് എനിക്കിത്. സിസ്റ്റർ, നിങ്ങൾ കാണിച്ചത് ഭയങ്കര ധൈര്യമാണ്. ധൈര്യം എനിക്കില്ലാത്ത ധൈര്യം നിങ്ങൾക്കുണ്ട്. കാരണം ബന്ധുക്കൾ എല്ലാവരും ഒരിടം കൊണ്ടുപോകരുത്, പള്ളിയിൽ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞ് വാദിച്ചപ്പോൾ നിങ്ങൾ ചലഞ്ച് ചെയ്ത് അതിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നതാണ്. ഇതുപോലെ ചില റീനമാർ ഈ കൂട്ടത്തിൽ നിന്ന് എഴുന്നേൽക്കണം. ഈ കൂട്ടത്തിൽ നിന്ന് ചില റീനമാർ എഴുന്നേൽക്കണം. വീട്ടിലിരിക്കുന്ന ചില റീനമാര് എല്ലാവരും എതിർത്ത സമയത്തിലും അതിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുവന്ന് ദൈവത്തിന്റെ മുമ്പിൽ നിർത്തി കർത്താവേ ഇവളെ രക്ഷിക്ക് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ വർക്കലയിൽ നിന്ന് ധൈര്യം കാണിച്ചത് ഈ സിസ്റ്ററിന്റെ ഒരു പ്രത്യേകതയാണ്. ഇന്ന് പകൽ സമയത്തില് ദൈവ സന്നിധിയിൽ അനേക റീനമാർക്ക് എഴുന്നേൽക്കട്ടെ. ഞാൻ ഈ കുട്ടീന്ന് ജീവനോടെ ഇല്ല, മരിച്ചു പോയെങ്കിൽ ഞാനും എൻ്റെ മോളും മരുമോനും പിന്നെ ജീവനോടെ ഇരിക്കണ്ട. അത്രയ്ക്ക് മാത്രം ഇവരെ ആൾക്കാർ പറഞ്ഞ് ഒരിടത്തും കൊണ്ടുപോകരുതെന്ന് പറഞ്ഞ്, എന്നിട്ട് അതൊന്നും കേൾക്കാതെ അവരെ അറിയിക്കാതെ രഹസ്യമായിട്ട് ഇപ്പോഴും പോലും അറിഞ്ഞിട്ടില്ല. ഇതിന്റെ സീക്രട്ടായിട്ടാണ് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്, രക്ഷിച്ചത് രഹസ്യമാണ്. ധൈര്യം കാണിക്കണം. ചിലയിടത്തിൽ പുരുഷത്വം കാണിക്കുവാൻ യേശു കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് ഇങ്ങനെയുള്ള ചലഞ്ചേറിയ സിറ്റുവേഷനിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കുവാനായിട്ട് കഴിയപ്പെടണം.